പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശിൽ വടക്കനാന്ധ്രയിലെ ഭോഗാപുരം അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കും. മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി അല്ലൂരി സീതാരാമരാജുവിന്റെ പേരിലാണ് ഈ അത്യാധുനിക ഗ്രീൻഫീൽഡ് വിമാനത്താവളം അറിയപ്പെടുന്നത്. വടക്കനാന്ധ്രയുടെ ഗതാഗത വ്യവസായ മേഖലകളിൽ മാറ്റം കുറിച്ചുകൊണ്ടാണ് വിജയനഗരം ജില്ലയിലെ ഭോഗാപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നത്. ഭാരതത്തിൽ ഏറ്റവും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പ്രോജക്റ്റുകളിലൊന്നാണിത്. വെറും 31 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ മെഗാ പ്രോജക്ട് 2700-ലധികം ഏക്കറിലാണ് പരന്നുകിടക്കുന്നത്. ഏകദേശം 5600 കോടി രൂപയാണ് പ്രാരംഭ നിർമ്മാണ ചെലവ്. ആദ്യഘട്ടത്തിൽ പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ വിമാനത്താവളം ഭാവിയിൽ പ്രതിവർഷം 4 കോടി യാത്രക്കാർക്ക് വരെ സൗകര്യമൊരുക്കാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യാത്രാ സൗകര്യത്തിന് പുറമെ ചരക്കുനീക്കത്തിലും വലിയ കുതിച്ചുചാട്ടത്തിന് ഭോഗാപുരം വഴിയൊരുക്കും. വിമാനത്താവളത്തിന് പുറമെ ആന്ധ്രയുടെ പുനരുപയോഗ ഊർജ്ജ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായുള്ള വൻകിട ഊർജ്ജ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. 5550 കോടി രൂപ ചിലവിൽ പവർ ഗ്രിഡ് നടപ്പിലാക്കുന്ന 4.5 ഗിഗാവാട്ട് കർണൂൽ 4 റിന്യൂവബിൾ എനർജി സോണിന്റെ തറക്കല്ലിടലും ഇതിൽ ഉൾപ്പെടുന്നു. ഒപ്പം കർണൂൽ, അനന്തപൂർ സോളാർ വിൻഡ് എനർജി സോണുകളിലായി 4000-ലധികം കോടി രൂപയുടെ ട്രാൻസ്മിഷൻ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഭോഗാപുരം വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ തൊഴിലവസരങ്ങളും പുതിയ വ്യവസായ സാധ്യതകളും വർദ്ധിക്കുമെന്ന് മുഖ്യമന്ത്രി എൽ ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി. നിലവിലെ എയർപോർട്ടുകളിലെ തിരക്ക് കുറയ്ക്കാനും ഉത്തരാന്ധ്രയെ പ്രധാന വാണിജ്യ കേന്ദ്രമാക്കാനും ഈ പദ്ധതി സഹായിക്കും. നാഷണൽ ഡെസ്ക്, ജനം.